Good morning students. Next example is A equal to Z. As we know that Z is a PID. PID means principal ideal domain. Principal ideal domain എന്ന് പറഞ്ഞാൽ ആ ഇൻറ്റഗ്രൽ ഡൊമൈനിലുള്ള എല്ലാ ഐഡിയൽസും പ്രിൻസിപ്പൽ ഐഡിയൽസ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇസഡിലെ ഏത് ഐഡിയൽ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിലും ഇറ്റ് വിൽ ബി ഓഫ് ദി ഫോം സം എലമെന്റ് ജനറേറ്റഡ്. ദാറ്റ് മീൻസ് m generated for some m greater than or equal to 0. Now the result is the ideal m generated is prime if and only if m equal to 0 or prime number. ഇനി നമുക്ക് അതിൻ്റെ പ്രൂഫ് നോക്കാം. അപ്പോൾ ഈ നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് ഇതാണ്. ഒരു ഐഡിയൽ m ജനറേറ്റഡ് എന്ന് പറയുന്ന ഐഡിയൽ പ്രൈം ഐഡിയൽ ആവണമെങ്കിൽ ഒന്നുകിൽ m 0 ആയിരിക്കണം അല്ലെങ്കിൽ m എന്നുള്ളതൊരു പ്രൈം നമ്പർ ആയിരിക്കണം എന്നുള്ളതാണ്. Now look at its proof. So for that we assume that n generated ഇവിടെ n എന്നാ കൊടുത്തിട്ടുള്ള n generated is prime. Then n generated prime ideal ആണെങ്കിൽ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് n 0 ആണെന്നോ അല്ലെങ്കിൽ n പ്രൈം നമ്പർ ആണെന്നോ ആണ്. So as n generated being a prime ideal, we know that it is different from z. So n generated not equal to z. So n is a non-unit. Suppose n not equal to 0, then we have to prove n is a prime number. If not, n is a composite number, then n is of the form some r into s, where 1 less than r less than n and 1 less than s less than n. So n equal to rs, which belong to n generated. As n generated being a prime ideal, this product belong to n generated implies either r element of n generated or s element of n generated. But here r and s are strictly less than n. Therefore, r not an element of n generated and s not an element of n generated, and r and s are between 1 and n. So r and s not an element of n generated. അതായത് n-ന്റെ മൾട്ടിപ്പിൾ എന്നുള്ള രീതിയിൽ നമുക്ക് r-നെയോ s-നെയോ എഴുതാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ r-ഉം s-ഉം n ജനറേറ്റഡിലില്ല. This is a contradiction to n generated is a prime ideal. Therefore, n കോമ്പോസിറ്റ് എന്നുള്ളത് സംഭവിക്കില്ല. Therefore, n will be a prime. ഇനി തിരിച്ചുള്ള കേസ് പ്രൂവ് ചെയ്യണം. അതായത് n 0 ആയാലോ അല്ലെങ്കിൽ n പ്രൈം നമ്പറോ ആണെങ്കിൽ n ജനറേറ്റഡ് എന്ന് പറയുന്നത് പ്രൈം ഐഡിയൽ ആണെന്ന് പ്രൂവ് ചെയ്യണം. n 0 ആണെങ്കിൽ n ജനറേറ്റഡ് എന്ന് പറഞ്ഞാൽ സിംഗിൾട്ടൺ 0 എന്നുള്ള സെറ്റാണ് വരിക. വിച്ച് വി ക്ലിയർലി നോൺ ദാറ്റ് ഇറ്റ് ഈസ് എ പ്രൈം ഐഡിയൽ ബിക്കോസ് z ഈസ് ആൻ ഇന്റഗ്രൽ ഡൊമൈൻ. ഇത് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുള്ള റിസൾട്ടാണ്. ഇന്റഗ്രൽ ഡൊമൈനിൽ സിംഗിൾട്ടൺ സീറോകളൊക്കെ എന്തായി മാറും? പ്രൈം ഐഡിയൽ ആയിരിക്കും. ഇവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ആലോചിക്കാം, z ഓവർ സിംഗിൾട്ടൺ സീറോ ഈസ് ഐസോമോർഫിക് ടു z ആൻഡ് z ഈസ് ആൻ ഇന്റഗ്രൽ ഡൊമൈൻ. Therefore, സിംഗിൾട്ടൺ സീറോ ഈസ് എ പ്രൈം ഐഡിയൽ. Now, for the other part, suppose n is a prime number, then we have to prove that n generated is a prime ideal. Since n is a prime number, it is a non-zero, non-unit. The non-unit integer. Therefore, n generated is different from z. Now we have to prove it is a prime ideal for let xy element of n generated. Then xy is of the form an integer into n. Therefore, n divides xy. n prime ആയതുകൊണ്ടാണ് n divides xy എന്ന് കിട്ടുന്നത്. Therefore, n divides x or n divides y because n is a prime number. Therefore, either x element of n generated or y element of n generated. ഇതിന്റെ മീനിങ് എന്താ? x is a multiple of n എന്നാണ്. അങ്ങനെയാണെങ്കിൽ x n generatedനകത്ത് ഉണ്ടാവും. So xy element of n generated implies either x element of n generated or y element of n generated. Therefore, n generated is a prime ideal. Now the next example is let x equal to k of x1 x2 etc. xn, where k is a field. അതായത് x1 x2 etc. xn എന്ന് പറയുന്ന ഈ n വേരിയബിൾസിലുള്ള എല്ലാ പോളിനോമിയൽസിൻ്റെയും കളക്ഷൻ. അവിടെ കോയിഫിഷ്യൻസ് വരുന്നത് k എന്നുള്ള ഫീൽഡിൽ നിന്നാണ്. അതാണ് k ഓഫ് x1 x2 etc. xn കൊണ്ട് മീൻ ചെയ്യുന്നത്. ഇനി m എന്നുള്ള ഒരു ഐഡിയൽ ഇതിൻ്റെ കൺസിഡർ ചെയ്യുന്നു, വിച്ച് കൺസിസ്റ്റ് ഓഫ് ഓൾ പോളിനോമിയൽസ് വിത്ത് 0 കോൺസ്റ്റന്റ് ടേം. അതായത് ദ ഐഡിയൽ m ഓഫ് ഓൾ പോളിനോമിയൽസ് ഇൻ ക്യാപിറ്റൽ A വിത്ത് 0 കോൺസ്റ്റന്റ് ടേം. 0 കോൺസ്റ്റന്റ് ടേം എന്ന് പറഞ്ഞാൽ അതിൽ കോൺസ്റ്റന്റ് ടേം ഇല്ല, വേരിയബിൾസ് വരുന്ന ടേംസുകൾ മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള ആ കളക്ഷൻ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി എ മാക്സിമൽ ഐഡിയൽ ഇൻ ദാറ്റ് A, because it is the kernel of the homomorphism homomorphism from A to K, which maps f element of A to f of 0. F from നമ്മൾ 5 from
എ ടു കെ കൺസിഡർ ചെയ്യുന്നു. ഇവിടുത്തെ ഒരു പോളിനോമിയൽ എഫ് എടുത്തു കഴിഞ്ഞാൽ ആ എഫിനെ ഫൈ എങ്ങോട്ട് മാപ്പ് ചെയ്യുന്നു? എഫ് ഓഫ് 0 മാപ്പ് ചെയ്യുന്നു. അപ്പം അതായത് എല്ലാ x1 x2 എക്സെട്ര xnനും 0 കൊടുക്കുക. അപ്പം അങ്ങനെയുള്ളതിനെ ആൻസർ 0 കിട്ടണമെങ്കിൽ എന്തായിരിക്കും? അതിലെ കോൺസ്റ്റന്റ് ടേം ഉണ്ടാവില്ല. അപ്പം അങ്ങനെയുള്ള എല്ലാവരും ആ കേർണലിൽ വരും. സോ ദാറ്റ് ഈസ് അവർ കളക്ഷൻ M. But if n greater than 1, M is not a principal ideal because നമുക്ക് അതിനെ ഒരു എലമെന്റ് കൊണ്ട് ഒരിക്കലും ജനറേറ്റ് ചെയ്യാൻ കഴിയില്ല. ഇപ്പോൾ x1 x2 സ്ക്വയർ ഉണ്ടാവും, xn സ്ക്വയർ. അപ്പോൾ അങ്ങനെ ഡിഫറെൻ്റ് വേരിയബിൾസിലുള്ള പോളിനോമിയൽസ് എല്ലാം വരുന്നത് കൊണ്ട് തന്നെ ഒരു പോളിനോമിയൽ കൊണ്ട് നമുക്ക് ഒരിക്കലും അതിൻ്റെ എല്ലാ മെമ്പേഴ്സിനെയും ജനറേറ്റ് ചെയ്യാൻ കഴിയില്ല. Therefore നമുക്ക് എന്ത് പറയാം? This is a maximal ideal. This M is a maximal ideal, but it is not a prime ideal. ഓക്കെ, ഇപ്പോൾ മാക്സിമൽ ഐഡിയൽ പ്രൈം ഐഡിയൽ ആവാത്തതിനുള്ള എക്സാമ്പിൾ ആണ് ഇത്. In a principal ideal domain, every non-zero prime ideal is maximal. എല്ലാ non-zero principal ideal domain ആണെങ്കിൽ എല്ലാ non-zero prime idealum maximal ആയിരിക്കും. അത് ഒരു റിസൾട്ടാണ്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് മുൻപിലത്തെ എക്സാമ്പിൾ PID അല്ല എന്നുള്ളത് പറയാം. ഒറ്റ വേരിയബിളിലുള്ള പോളിനോമിയൽസ് ആണെങ്കിൽ അത് PID ആയിരിക്കും. ബട്ട് ഒന്നിൽ കൂടുതൽ വേരിയബിൾസ് വന്നു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് എ PID. ഇനി നമുക്ക് ഇതിൻ്റെ പ്രൂഫ് നോക്കാം. ഇൻ എ PID every non-zero prime ideal is maximal. So for that let x generated be a non-zero prime ideal. Then അപ്പോൾ പ്രിൻസിപ്പൽ ഐഡിയൽ ഡൊമൈൻ ആയതുകൊണ്ടാണ് അതിലുള്ള എല്ലാ ഐഡിയൽസും സം എലമെന്റ് ജനറേറ്റഡ് എന്നുള്ള രൂപത്തിലായിരിക്കും. സോ നമ്മൾ ഇവിടുത്തെ ഐഡിയൽ ഇപ്പോൾ പ്രൈം ഐഡിയൽ കൺസിഡർ ചെയ്യുന്നത് സം എക്സ് ജനറേറ്റഡ് എന്നുള്ള രൂപത്തിലാണ് കൺസിഡർ ചെയ്യുന്നത്. Now it is a prime ideal, so it is different from one generated. Now we have to prove this x generated is a maximal ideal. For that, suppose x generated is subset or equal to y generated. അതായത് സബ്സെറ്റ് ആണ്, നോട്ട് ഈക്വൽ ടു പ്രോപ്പർ ആയിട്ടുള്ള ഒരു പ്രോപ്പറായിട്ട് എക്സ് ജനറേറ്റഡിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ഐഡിയലാണ് വൈ ജനറേറ്റഡ് എന്ന് എടുത്തു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത് മാക്സിമൽ എക്സ് ജനറേറ്റഡ് മാക്സിമൽ ആവണമെങ്കിൽ ഇങ്ങനൊരു ഐഡിയൽ ഉണ്ടെങ്കിൽ അത് ഹോൾ റിംഗ് ആവും എന്നുള്ളതാണ് പ്രൂവ് ചെയ്യേണ്ടത്. So for that, let as x generated is a subset of y generated, clearly x element of y generated. So x is equal to some y into z. So y into z equal to x, which belong to x generated, and x generated is a prime ideal. അപ്പോൾ പ്രോഡക്റ്റ് ഇതിനകത്ത് വന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒന്ന് അതിനകത്ത് വരും. സോ y element of x generated or z element of y generated, x generated. അപ്പോൾ y x generatedനകത്ത് വന്നു കഴിഞ്ഞാൽ y generated subset of x generated ആയി. Therefore y generated equal to x generated എന്ന് കിട്ടി. ഓൾറെഡി x generated subset of y generated ആയിരുന്നല്ലോ, അപ്പോൾ രണ്ടും ഈക്വൽ ആണെന്ന് കിട്ടും. ദാറ്റ് ഈസ് എ കോൺട്രഡിക്ഷൻ. അപ്പോൾ y not an element of x generated. Now so z element of x generated. z x generated-നകത്ത് വന്നു കഴിഞ്ഞാൽ we can write z as a multiple of x, that is z equal to tx. So substituting in the equation y equal to y, x equal to yz, we get x equal to y into z-ന് പകരം tx കൊടുക്കുമ്പോൾ y tx എന്ന് വരും. So this implies x into 1 minus yt is equal to 0. Therefore ഇത് ഇന്റഗ്രൽ ഡൊമൈനിലാണ് സംഭവിക്കുന്നത്. അപ്പോൾ രണ്ടെണ്ണത്തിന്റെ പ്രോഡക്റ്റ് 0 ആണെങ്കിൽ ഏതെങ്കിലും ഒന്ന് 0 ആയേ പറ്റും. Therefore either x equal to 0 or 1 minus yt equal to 0. Since x not equal to 0, x non 0 ആണെന്ന് ഓൾറെഡി തന്നിട്ടുണ്ട്. 1 minus yt equal to 0, which implies yt equal to 1. yt equal to 1 കൊണ്ട് മീൻ ചെയ്യുന്നത് എന്താ? y-നെ വേറൊരു എലമെന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 വരുന്നു എന്ന് പറഞ്ഞാൽ y is a unit. y യൂണിറ്റ് ആയാൽ y ജനറേറ്റഡ് എന്തായി മാറി? 1 ജനറേറ്റഡ് ആയ ഹോൾ റിംഗ് ആയി മാറി. അപ്പോൾ നമ്മൾ ഇവിടെ എക്സ് ജനറേറ്റഡിനെ പ്രോപ്പറായിട്ട് കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ഐഡിയൽ ആണ് y ജനറേറ്റഡ് എന്ന് എടുത്തപ്പോൾ അത് ഹോൾ റിംഗ് ആണെന്ന് മനസ്സിലായി. Therefore this x generated is a maximal ideal. So in a PID, principal ideal domain, every prime ideal is maximal. അപ്പോൾ z ഒക്കെ PIDക്കുള്ള എക്സാമ്പിൾ ആണ്. ഇനി നെക്സ്റ്റ് സെക്ഷൻ നിൽ റാഡിക്കൽ ആൻഡ് ജാക്കോബിയൻ റാഡിക്കൽ. അപ്പം ഇതിൽ തുടക്കത്തിൽ ഡെഫിനിഷൻ അല്ല നിൽ റാഡിക്കലിൻ്റെയും ജാക്കോബിയൻ അല്ല ജാക്കബ്സൺ റാഡിക്കലിൻ്റെയും ഡെഫിനിഷൻ അല്ല പറയുന്നത്. അതിലേക്കുള്ള പ്രൊപ്പോസിഷൻ ആണ് ആദ്യം പ്രൂവ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഡെഫിനിഷനിലേക്ക് വരുന്നത്.
The first one is the proposition. The set n of all nilpotent elements in a ring capital A is an ideal and A over n has no nilpotent element not equal to 0. അതായത് നമ്മൾ ഒരു റിങ്ങിൽ എല്ലാ നിൽപോട്ടൻ്റ് എലമെൻസും കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ആ റിങ്ങിൽ ഒരു ഐഡിയൽ ഫോം ചെയ്യും. അപ്പോൾ നമുക്ക് എ ഓവർ എന്നിനെ കുറിച്ച് സംസാരിക്കാം. എ ഓവർ എന്നിനകത്ത് 0 അല്ലാത്ത ഒരു നിൽപോട്ടൻ്റ് എലമെൻറ്റും ഉണ്ടാവില്ല. ഇതാണ് നമ്മുടെ തിയറം എന്ന് പറയുന്നത്. ഇനി നമുക്ക് അതിൻ്റെ പ്രൂഫ് നോക്കാം. അപ്പോൾ സോ ഹിയർ 0 എന്ന് പറയുന്നത് എപ്പോഴും നിൽപോട്ടൻ്റ് എലമെൻ്റ് ആണ്, അത് നമുക്കറിയാം. അപ്പോൾ നമുക്കിവിടെ എല്ലാ നിൽപോട്ടൻ്റ് എലമെൻസിൻ്റെയും കളക്ഷൻ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ഐഡിയൽ ഫോം ചെയ്യുമെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ n എന്നുള്ളത് എല്ലാ നിൽപോട്ടൻ്റ് എലമെൻസിൻ്റെയും കളക്ഷൻ ആണെന്ന് എടുക്കുന്നു. ക്ലിയർലി 0 എലമെന്റ് ഓഫ് n, സോ n എന്ന് പറയുന്നത് നൾ സെറ്റ് അല്ല. ഇനി നമ്മൾക്ക് ഇത് ഐഡിയൽ ആണെന്ന് പ്രൂവ് ചെയ്യാൻ 2 കണ്ടീഷൻസ് ആണ് കാണിക്കേണ്ടത്. ഒന്ന് അഡീഷനിൽ അത് ക്ലോസ്ഡ് ആണെന്ന് കാണിക്കണം. അതുപോലെ അഡിറ്റീവ് സബ് ഗ്രൂപ്പ് വിത്ത് ദ കണ്ടീഷൻ an സബ്സെറ്റ് ഓർ ഈക്വൽ ടു n എന്നുള്ളതാണ് എന്തിനുള്ള കണ്ടീഷൻ, n ഐഡിയൽ ആവാനുള്ള കണ്ടീഷൻ. അപ്പോൾ ഇവിടെയും അത് തന്നെയാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. സോ എന്നിലത്തെ ഒരു എലമെന്റ് നമ്മൾ എടുക്കുന്നു. ദാറ്റ് മീൻസ് ഒരു നിൽപോട്ടൻ്റ് എലമെന്റ്. നിൽപോട്ടൻ്റ് എലമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ, എക്സ് റേസ്ഡ് m ഈക്വൽ ടു 0 ഫോർ സം ഇൻറ്റിജർ m. സോ സപ്പോസ് ക്യാപിറ്റൽ എയിലത്തെയും ഒരു എലമെന്റ് നമ്മൾ എടുക്കുന്നു, എ എന്നുള്ള ഒരു എലമെന്റ്. അപ്പോൾ നമുക്ക് എന്നിൽ നിന്നും എക്സ് എടുത്തു, ക്യാപിറ്റൽ എയിൽ നിന്നും സ്മോൾ എ എടുത്തു. അപ്പോൾ നമുക്ക് എ എക്സ് എന്ന് പറയുന്നത് ഈ എന്നിലുണ്ടെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. എന്നാലാണ് എന്താവുള്ളൂ, n ഐഡിയൽ ആവാൻ വേണ്ട ഫസ്റ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുള്ളൂ. സോ ഫോർ ദാറ്റ് എ എക്സ് എന്ന് പറയുന്നത് നിൽപോട്ടൻ്റ് ആണെന്ന് പ്രൂവ് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ എ എക്സ് ഹോൾ റേസ്ഡ് m കൺസിഡർ ചെയ്യുന്നു, വിച്ച് ഇസ് ഈക്വൽ ടു എ റേസ്ഡ് m ഇൻറ്റു എക്സ് റേസ്ഡ് m. കാരണം കമ്മ്യൂട്ടേറ്റീവ് റിംഗ് ആണ്, അപ്പോൾ നമുക്കത് ഈ രൂപത്തിൽ എഴുതാൻ പറ്റും. വിച്ച് ഇസ് ഈക്വൽ ടു എ റേസ്ഡ് m ഇൻറ്റു എക്സ് റേസ്ഡ് m ൻ്റെ വാല്യൂ 0 ആണ്. സോ a raised m into 0 which is equal to 0. Therefore ax raised some integer 0 ആയതുകൊണ്ട് ax ഒരു നിൽപോട്ടൻ്റ് എലമെന്റ് ആയി. സോ ക്ലിയർലി ax belong to n. അപ്പോൾ x n-ൽ നിന്നും a എന്ന് പറയുന്നത് ക്യാപിറ്റൽ എയിൽ നിന്ന് എടുത്തപ്പോൾ ax ഓൾറെഡി n-ലാണെന്ന് കിട്ടി, വിച്ച് ഇംപ്ലൈസ് n ഐഡിയൽ ആവാൻ വേണ്ട ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഇത് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഇത് അഡീഷനിൽ ക്ലോസ്ഡ് ആണെന്ന് കൂടി പ്രൂവ് ചെയ്താൽ മതി. അപ്പം എ എന്ന് പറയുന്നത് -1 എടുത്തു കഴിഞ്ഞാൽ -xഉം എന്നിൽ തന്നെ ഉണ്ടെന്ന് കിട്ടും. ഇനി നമുക്ക് എക്സും വൈയും എവിടെ എടുക്കുന്നു, എന്നിൽ എടുക്കുന്നു. വി ഹാവ് ടു പ്രൂവ് x പ്ലസ് വൈ ബിലോങ് ടു n എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. എക്സും വൈയും എന്നിൽ എടുത്തു കഴിഞ്ഞാൽ എക്സ് റേസ്ഡ് m ഈക്വൽ ടു 0 ആൻഡ് y raised n equal to 0. So for some positive integers m and n. Now x plus y whole raised m plus n minus 1 calculate ചെയ്ത് കഴിഞ്ഞാൽ which is equal to x raised m plus n minus 1 plus m plus n minus 1 c1 into x raised m plus n minus 2 into y plus etc. പ്ലസ് ആ ഒരു ബൈനോമിയൽ എക്സ്പാൻഷൻ വെച്ച് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് ടേം എന്ന് പറയുന്നത് y raised m plus n minus 1 എന്ന് കിട്ടും. ഇനി ഇതിലത്തെ ഓരോ ടേമും 0 ആണെന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പം ഇവിടെ x raised m plus n minus 1 എന്നുള്ളത് 0 ആണെന്നുള്ളത് ക്ലിയർ ആണല്ലോ. കാരണം x raised mകളൊക്കെ 0 ആണ്. ആ എമ്മിൻ്റെ ഒപ്പം പിന്നെ എന്താണ് ഹോൾ പവർ എന്നുള്ള രീതിയിൽ എടുത്തു കഴിഞ്ഞാൽ ദേ ആർ സീറോസ്. അപ്പോൾ ഇവിടെ ഓരോന്നിൻ്റെയും പവർ ശ്രദ്ധിക്കുകയാണെങ്കിൽ എക്സ് റേസ്ഡ് ആർ വൈ റേസ്ഡ് എസ് എന്നുള്ള രീതിയിൽ എക്സ് റേസ്ഡ് ആർ ഇൻറ്റു വൈ റേസ്ഡ് എസ് എന്നുള്ള രൂപത്തിലാണ് ഇതിലത്തെ ഓരോ ടേമും വന്നിട്ടുള്ളത്. അവിടെ ആർ പ്ലസ് എസ് എടുത്തു കഴിഞ്ഞാൽ m plus n minus 1 ആണ്. ഐദർ ആർ ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എം ഓർ എസ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n എന്നുള്ള രൂപത്തിലാണ് വരുന്നത്. എക്സ് റേസ്ഡ് ആർ 0 ആണ്. എമ്മോ എമ്മിൽ കൂടുതലോ വന്നു കഴിഞ്ഞാൽ എക്സ് റേസ്ഡ് എന്താണ് എം 0 ആണല്ലോ. അപ്പോൾ എക്സ് റേസ്ഡ് m plus 1 എക്സ് റേസ്ഡ് m plus 2 ഒക്കെ എടുത്തു കഴിഞ്ഞാൽ 0 ആണ് വരിക. അപ്പോൾ എക്സ് റേസ്ഡ് ആർ ഒക്കെ 0 ആണ്, വൈ റേസ്ഡ് എസ്സുകളൊക്കെ 0 ആണ്. അപ്പോൾ ഇതിലത്തെ ഓരോ ടേമും 0 ആണെന്ന് കിട്ടി. ദാറ്റ് മീൻസ് ആ സമ്മ് തന്നെ എക്സ് പ്ലസ് വൈ ഹോൾ റേസ്ഡ് m plus n minus 1 0 ആണെന്ന് കിട്ടി. Therefore ഇത് എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് നിൽപോട്ടൻ്റ് ആണ്. സോ ഇറ്റ് ബിലോങ് ടു n. സോ n ഐഡിയൽ ആവാൻ വേണ്ട എല്ലാ കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. സോ n ഈസ് എൻ ഐഡിയൽ. ഇനി നമുക്ക് a ഓവർ n-ൽ 0 മാത്രമേ നിൽപോട്ടൻ്റ് എലമെൻ്റ് ഉള്ളൂ എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ a ഓവർ n-ലെ എലമെൻ്റ് ഒക്കെ എക്സ് പ്ലസ് n എന്നുള്ള രൂപത്തിലാണ്. സോ അത് ഒരു നിൽപോട്ടൻ്റ് എലമെൻ്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്നു എക്സ് പ്ലസ് n. സോ എക്സ് ബാർ റേസ്ഡ് m ഈക്വൽ ടു 0 ഫോർ സം പോസിറ്റീവ് ഇൻറ്റിജർ m. Therefore x plus n whole raised m equal to
n. അതായത് ഇതിൻ്റെ മീനിങ് അതാണല്ലോ. ബട്ട് ഇത് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? എക്സ് റേസ്ഡ് m പ്ലസ് n ഈക്വൽ ടു n ആണ്, വിച്ച് ഇംപ്ലൈസ് എക്സ് റേസ്ഡ് n എലമെൻറ്റ് ഓഫ് n, അതായത് എക്സ് റേസ്ഡ് m ഹോൾ റേസ്ഡ് സം പോസിറ്റീവ്